അറിയാമെങ്കിൽ അറിയില്ലെങ്കിൽ പറയേണ്ടതേ. ആര്യാന്നുള്ളൊരു ജേർണലിസ്റ്റ് BJP പത്രസമ്മേളനം നടത്തി കാൻഡിഡേറ്റ് പ്രഖ്യാപിച്ച് NDA കാൻഡിഡേറ്റ്. അപ്പൊ മറക്കണ്ട, കുന്ദ്ര മണ്ഡലത്തില് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ NDA കാൻഡിഡേറ്റ് ആയിട്ട് വിജയിച്ചു. റോഡുകളിൽ നോക്കിയാൽ മൊത്തം ഫ്ലെക്സുകൾ കാണാം, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സുകൾ വെച്ചിട്ടുള്ള. പറയുന്നത് കൂടുതൽ പൈസ ഇവർ ഇറക്കുന്നുണ്ട്, പൈസ ഇറക്കിയിട്ട് ഇവരെ സ്ഥാനാർത്ഥികളായി പൈസ കൊടുത്ത് ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിലൊക്കെ പറയുന്നത്. അഖിൽമാരാരെന്ന് ഇതെന്താണ് സംഭവം? അപ്പോ അഞ്ജലി ചേച്ചി, നമ്മള് അഞ്ജലി നായര് മത്സരിക്കാൻ, ചേച്ചി മത്സരിക്കാൻ. ചിഹ്നം എന്താണ്? ചിഹ്നം. എല്ലാവർക്കും നമസ്കാരം. ഇലക്ഷനായപ്പോ കുറെ കോമാളികളെ കാണാൻ പറ്റുന്നതേ സത്യം. ഈ നാട്ടുകാരുടെയൊക്കെ മുന്നിൽ പോയിട്ട് അഭിനയിച്ച് മെഴുകി കാല് കഴുകി വെള്ളം കുടിക്കുന്ന സെറ്റപ്പില് ഒരുത്തി ഒന്ന് പറയണ് 2500 രൂപയ്ക്ക് നമുക്കൊരു മാസം ജീവിക്കണ്ടേ, ഈ സെറ്റപ്പ്. വേറൊരുത്തൻ വന്നിട്ട് പിഷാരടിയ അവൻ കോമഡിയിലെന്നുള്ള അങ്ങനെ ഇങ്ങനെ. അടുത്ത് വേറൊരു സൈഡില് മറ്റേ അഞ്ജലി നായർക്ക് പ്രമോഷൻ, എന്നാ പിടി ചേച്ചിയെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വേറൊരു സൈഡില്. പിന്നെ വേറൊരു സൈഡിൽ വേറെ എന്തൊക്കെ സത്യത്തിൽ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം കോമഡികളുടെ ഒരു ഘോഷയാത്ര മാത്രമാണ്. പിന്നെ നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ മോദിജിയെ കേരളത്തിൽ കൊണ്ടുവരാന്ന്. പിന്നെ നീ ഇനി കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാം? പിന്നെ നീ മോദിജിയെ കൊണ്ടുവരുമെന്ന് പറയുന്നതേ നടക്കാത്ത കാര്യം. ഇനി അത് നടക്കൂലെന്ന് അറിയാനും ചെയ്യാം, നീ തോക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് വേറൊരു സത്യം. ഇങ്ങനെ കോമഡിയോട് കോമഡി. പിന്നെ വേറൊരുത്ത മനു. ഇങ്ങനെ ഇലക്ഷൻ ടൈം ആയപ്പോൾ മൊത്തം കോമഡിയാണ്. പിന്നെ വീണ നായർ ഇങ്ങനെ നമുക്ക് തോറി പിണ്ടം പോലെ ആയിരിക്കണം. ഒരു അരുവേന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ അഖിൽമാരാറിന്റെ തള്ളിൽ നിന്നും ഐശ്വര്യമായിട്ട് തുടങ്ങാം. അല്ലെങ്കിലും കണ്ട ഊളകളെ ആദ്യം എടുത്ത് അടിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകുന്നതായിരിക്കുമല്ലോ ബെറ്റർ. അപ്പൊ തുടങ്ങാം. അഖിൽമാരാർ, താങ്കളുടെ തള്ളു തുടങ്ങട്ടെ. ഒരു പക്ഷേ മമ്മൂട്ടിയോ മോഹൻലാലോ മത്സരിച്ചാൽ പോലും കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ ജയിക്കില്ല. കാരണം ജനങ്ങൾ സ്റ്റാറുകളുടെ സ്റ്റാർ വാല്യൂ നോക്കിയല്ല വോട്ട് ചെയ്യുന്നത്. എപ്പോൾ നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ അഭിപ്രായം പറയുന്നു അന്ന് അവസാനിക്കും സെലിബ്രിറ്റി സ്റ്റാറ്റസും സ്റ്റാർഡവും എല്ലാം. അതുകൊണ്ട് ഇതൊന്നും വോട്ടായി മാറത്തില്ല. ആകെ കിട്ടുന്നൊരു ഗുണം 20 ദിവസം മത്സരിക്കാൻ കിട്ടുമ്പോൾ ആ 20 ദിവസം കൊണ്ട് 4 പേരുടെ മുന്നിലേക്ക് കൊണ്ട് ഫിഗർ കാണിക്കുമ്പോൾ ഇന്ന ആളാണെന്ന് പറഞ്ഞാൽ അയാളെ ഞങ്ങൾക്ക് അറിയാം, അത്രേ ഉള്ളൂ. അപ്പൊ ഏത് സ്റ്റാറിനെ ആയാലും ഇയാളെ അറിയാം, ഇയാളെ സിനിമയിലൊക്കെ അഭിനയിച്ചെടുക്കുന്നവനല്ലേ, അല്ലെങ്കിൽ മറ്റേ TV ഷോയിൽ കണ്ടവനല്ലേ. ഇതാണ് ജനത്തിന്റെ ആറ്റിറ്റ്യൂഡ്. നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന മറ്റേ TV സീരിയലിലെ ആൾ, അല്ലെങ്കിൽ മറ്റേ ബിഗ് ബോസിലെ അവൻ, അല്ലെങ്കിൽ സിനിമയിലെ നായകൻ, ഇവൻ എങ്കിൽ പിന്നെ ഒന്നും ആലോചിക്കാതെ ഇവന് വോട്ട് കൊടുത്തേക്കാമെന്ന് കേരളത്തിൽ ഒരാളും ചിന്തിക്കുമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം അത്രയേറെ സാധാരണക്കാരനുമായി സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, നീ ഡബിൾ വല്ലം തന്നെയടേ. ഒരുത്ത ഇടയ്ക്ക് വരും, ഒരുത്തം പിന്നെ വരും. ഏതെങ്കിലും ഒന്നിൽ ഉറച്ചില്ലടേ. ഇങ്ങനെ കിടന്ന് ഉരുണ്ട് കളിക്കേണ്ടേ നിൽക്കടേ. നീ ഒരു സ്ഥലത്തൊന്ന് പറയുന്നു ഇവിടെ സ്റ്റാർഡം ഒന്നും ഉണ്ടായിട്ടൊരു കാര്യമില്ല. സാധാരണക്കാരായ ജനങ്ങൾക്ക് അതൊന്നും വിഷയമല്ല. അവര് അല്ലാണ്ട് ജനങ്ങളെ നോക്കി വോട്ടിടത്തുള്ളൂ. എന്നാൽ നീ ഇപ്പുറത്തൊന്നും തള്ളു. നീ പറഞ്ഞത് കേട്ടിട്ട് ഞാൻ പറയാം. ഇങ്ങനെ ഒരുത്ത എങ്ങനെയും കഴിപ്പണം കിട്ടവന്മാര്. ചെറിയ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒരുപാട് പേർക്ക് എന്നെ അറിയാം, സോഷ്യൽ മീഡിയ വഴിയായാലും ചാനൽ വഴിയായാലും. അപ്പോൾ ഇന്ന ആളാണ് അഖിൽമാരാർ, ഇനി അയാൾക്ക് ഞാൻ എന്തിനു വോട്ട് കൊടുക്കണം എന്നതാണ് രണ്ടാമത്തെ ചിന്ത. ആ രണ്ടാമത്തെ ചിന്ത അവരിലേക്ക് എത്തിക്കണമെങ്കിൽ 100 ദിവസത്തെ ബിഗ് ബോസ് കണ്ടിട്ടുള്ള ആർക്കും എനിക്ക് വോട്ട് ചെയ്യാം. ബിഗ് ബോസിൽ നീ ബണ്ണ് വറക്കി തിന്നത് പോലത്തെ കേസല്ലടേ. അത് വിട്. കണ്ടല്ലോ, ഇവ ആദ്യം പറഞ്ഞ എന്താ സ്റ്റാർഡം, അതൊന്നും നോക്കി വിടാരും ആർക്കും വോട്ട് ചെയ്യില്ല. അവൻ സിനിമയിലുണ്ടായിരുന്നല്ലേ എന്നുള്ള, അല്ലെങ്കിൽ അവൻ ബിഗ് ബോസ് ഉണ്ടായിരുന്നല്ലേ. പക്ഷെ ഇപ്പുറത്തൊന്ന് പറയുന്നു എന്റെ 100 ദിവസത്തെ ബിഗ് ബോസ് കണ്ടാൽ മതി ആൾക്കാരെല്ലാം എനിക്ക് വോട്ട് ചെയ്യുന്നത്. എടാ വോട്ട്ചാറല്ലടാ കിഴങ്ങ ഇലക്ഷൻ നടത്തുന്നത്. എന്ത് കിഴങ്ങനെ എന്താ ഇവനെയൊക്കെ പോലുള്ള മരവാഴകളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഇവൻ മറ്റേ ചിലവന്മാർ വെറുതെ ഇരിക്കുന്നവന്മാർ അണ്ണാക്കി പോയിട്ട് കയറ്റിട്ട് തോണ്ടിയിട്ട് എന്നെ അടിയടാന്ന് പറയത്തില്ലേ, ആ ടീമിൽ പെട്ടിട്ടുള്ളവനാണ് ഇവനൊരു വിചാരമുണ്ട്, ഞാനാണ് പുലി, ഞാനിവിടെ പറയുന്നതൊക്കെയാണ് കിടിലം എന്നൊക്കെയുള്ളൊരു ചിന്താഗതി ഇവനുണ്ട്. അത് അണ്ണാക്കി കിട്ടിയിട്ടുണ്ട്. ഞാനവനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനേക്കാളും ഞാൻ വിമർശിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം മണ്ടത്തരമാണ് കാലാകാലങ്ങളായിട്ട് കൂടുതലായിട്ട് വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വിമർശിക്കേണ്ടിയാണ് വന്നിട്ടുള്ളത്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നീ ഇത്രയും വലിയ ഓമാളി പീസ് ആയല്ലോടെ എന്ന് ഞാൻ പറയത്തുള്ളൂ. ഇനി വെറുതെ ഇരുന്ന് അണ്ണാക്കി കൈയിട്ട് തിരികിട്ട് അടിയിടാന്ന് പറഞ്ഞില്ലേ, പിശാരടിക്കിട്ട് ഇവൻ ചൊറിയാൻ പോയി. പിശാരടി ആണെങ്കിൽ എടുത്ത് വലിച്ച് ഒട്ടിച്ച് നൈസായിട്ട് തേച്ചങ്ങ് വെച്ചിട്ട് പോയി. കൗണ്ടർ അടിയുടെ കിങ് ആണ് പിഷാരടി. അങ്ങേരെ അടുത്താണ് പോയി കയറി കൊടുത്തിരിക്കുന്നത്. വല്ല ആവശ്യം ഉണ്ടായിരുന്നു. എന്തായാലും നിന്റെ കൊണയടി കേൾക്കാം. അപ്പോൾ പിഷാരടി മത്സരിക്കാൻ പോകുമ്പോൾ പിഷാരടി എന്ന് പറയുന്ന പിഷാരടി എന്ത് കണ്ടിട്ടാണ് ആൾക്കാർ വോട്ട് കൊടുക്കേണ്ടത്? പിഷാരടി എന്ന് പറയുന്ന വ്യക്തിയെ കണ്ട് അയാൾ കോമഡി പറയാൻ വേണ്ടിയിട്ടാണോ രാഷ്ട്രീയം? അല്ല. അയാളുടെ നിലപാടുകൾ നോക്കും, പൊളിറ്റിക്കൽ സ്റ്റാൻഡുകൾ നോക്കും. ഇന്നലകളിൽ കഴിഞ്ഞ 50 വർഷത്തിനിടയ്ക്ക് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ അയാൾ നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് നോക്കും. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് അയാൾ പ്രിയപ്പെട്ടവനായതുകൊണ്ട് അയാൾക്ക് ഒരു സീറ്റ് ചിലപ്പോൾ കിട്ടും. അതെന്ന് വെച്ചാൽ കോൺഗ്രസിന് അയാളെ കൊണ്ട് ഗുണം ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസിന്റെ മുൻ വേദികളിൽ അയാൾ പോയിട്ടുണ്ട്. പിന്നെ ധർമ്മജൻ ഒരുപാട് നമ്മളെ ചിരിപ്പിച്ച നടനല്ലേ, എന്താ ജനം വോട്ട് കൊടുത്ത് ജയിപ്പിക്കാൻ? അപ്പോൾ ഈ രാഷ്ട്രീയം ഇതൊന്നുമല്ല. പിന്നെ നമ്മൾ രണ്ടാമത് ജനം നോക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇവൻ ഇനി ജയിച്ചാൽ നമുക്ക് പറയാനുള്ളതിനാണോ, ഇവനെ കൊണ്ട് കൊള്ളാമോ, ഇതൊക്കെ വിലയിരുത്തും. പിന്നെ ഇപ്പം ഞാൻ മത്സരിക്കുന്ന ഒരു മുന്നണി കേരളത്തിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മുന്നണിയാണ്. വോട്ട് പ്രകാരം ഒരു 20% താഴെ മാത്രം വോട്ടുള്ള ഒരു മുന്നണിയാണ്. അപ്പോൾ ആ മുന്നണിയിൽ ഞാൻ മത്സരിക്കാൻ പോകുമ്പം എനിക്ക് അധികാരം മോഹിച്ചിട്ടാണോ ഞാൻ പോകുന്നത്? അല്ല.
ആദ്യം ഞാൻ എൻ്റെതായ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക സമൂഹത്തിൽ. ആ സ്പേസിൽ നിന്നുകൊണ്ട് നാടിന് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക. ഞാൻ നല്ലൊരാളാണെന്നും എന്നെ കൊണ്ട് പ്രയോജനം ഉണ്ടാവുമെന്നും ജനത്തിന് തോന്നിയാൽ തൃക്കാക്കരയിലെ ജനം എനിക്ക് ഓട്ടത്തിൽ എന്തായാലും നോക്കിയിരിക്കുക. പിന്നെ നീ സ്പേസിന്റെ കേസ് പറഞ്ഞില്ല, നീ ഇങ്ങനെയാണെങ്കിൽ സ്പേസിൽ നിന്ന് താഴോട്ട് ഇറങ്ങൂല. സ്പേസിന്റെ മേളിൽ എവിടെയും കൊണ്ട് അവിടെയും കൂടി പോകേണ്ട അവസ്ഥ വരും. എയറിൽ നിന്ന് എയറിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. മണ്ടത്തരങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് ഇപ്പോൾ അഖിൽമാരാന്റെ ലൈഫ്. വെറുതെ ഇരുന്ന പിഷാരടിയുടെ പേര് വലിച്ചിട്ട് വേറെ ആരെയൊക്കെ എക്സാമ്പിൾ പറയുന്നതിനെക്കൊണ്ടാണ്. നീ വെറുതെ പിഷാരടിയെ വലിച്ചിട്ട് പിഷാരടിയാണെങ്കിൽ അടിച്ച് അണ്ണാക്കി തരുകയും ചെയ്ത് അതോടെ അങ്ങ് ഇരുന്ന് അത്ര തന്നെ പറയാം, ഇരുന്നതോടെ. എന്നിട്ടും വീണ്ടും പിഷാരടിക്കിട്ട് കൊട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. വീണ്ടും വായിരിക്കുന്ന കേട്ട് അണ്ണാക്കി പിരിവെട്ടി ഇരിക്കേണ്ട അവസ്ഥ എന്തിനാ മാരാർജി താൻ ഉണ്ടാക്കുന്നേ? തനിക്ക് കുറച്ചൊക്കെ ഉളുപ്പ് വേണ്ടേ? എന്തായാലും സ്വയം ഞാൻ എന്തോ ആണെന്നുള്ളൊരു അഹങ്കാരത്തിന്റെ ഒരു മുൾമുനയിൽ നിൽക്കുന്ന ഒരുത്തനാണ് അഖിൽ മാരാർ എന്ന് പറയുന്ന ഒരു അല്പൻ. ഞാൻ അത്രേ പറയത്തുള്ളൂ, അല്പൻ. താൻ എന്തോ ആണെന്ന് സ്വയം വിചാരമുള്ള ഒരു പൊങ്ങ് കിഴങ്ങ്, അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും കൊള്ളാം. ഇനി ഇവനെ ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ട ഗതിയുടെ എനിക്ക് വരല്ലേ. കാരണം ഞാൻ ചില പോയിന്റിലൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെയുള്ള ഒരു വേട്ടവാളിയനെയാണോ ഞാൻ ഇടയ്ക്കൊക്കെ സപ്പോർട്ട് ചെയ്തതെന്ന് ഞാൻ ആലോചിച്ചു വന്നു. എന്തായാലും പിഷാരടി കൊടുത്തിട്ടുള്ള മറുപടിയാണ്. അഖിലിന്റെ ഒക്കെ കാര്യത്തിൽ അഖിൽ എന്നെ അദ്ദേഹത്തിനെ പോലെ അങ്ങനെ മുതിർന്ന ഒരാളൊന്നും അല്ല, ചിലപ്പോൾ എന്നേക്കാൾ ഇളയ ഒരാളായിരിക്കും. അഖില് പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്ന പോലൊന്നും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് സമയമില്ല. നിങ്ങൾ പറയുമ്പോഴാണ് എന്തായാലും പുള്ളി പറഞ്ഞെന്നൊക്കെ തന്നെ ഞാൻ അറിയുന്നത്. മാത്രമല്ല അതിനെന്തെങ്കിലും അഭിപ്രായം പറയാനും പറ്റൂല. എന്തായാലും കുറ്റോ മോശമൊക്കെ അല്ലേ പറഞ്ഞിട്ട് അതേ പറയാൻ സാധ്യതയുള്ളൂ. അങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ വളരെ മഹാനാണെന്നും നല്ല മനുഷ്യനാണെന്നും പുള്ളി തന്നെ തിരുത്തി പറയും. ഇപ്പം ഞാൻ ഈ പറഞ്ഞതിന് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയും. അതിന് നിങ്ങൾ ആരും മറുപടി ഒന്നും പറയാൻ നിൽക്കേണ്ട. ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരുത്തി പറയും. അപ്പം നമുക്കൊരു 2-3 കൊല്ലം പരീക്ഷണത്തിൻ്റെ ശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഉറപ്പിച്ച ശേഷം അദ്ദേഹത്തിനൊക്കെ ഉത്തരം കൊടുക്കുക. അതിനൊക്കെ കൊന്നടാ കൊന്നിട്ട് പോടാ, എന്നെ കൊന്നിട്ട് പോടാ. ആ സെറ്റപ്പായി മാരാറ് പരീക്ഷണത്തിന് 2-3 വർഷം ഇട്ടിരിക്കുകയാണ്. ആദ്യം നീ അല്ലെങ്കിൽ ഒന്നിൽ ഉറച്ചില്ലടാന്ന്. ഇതിൽപ്പോ ഒരു അപമാനം ഇനി നമ്മുടെ മാരാറിന് കിട്ടാനില്ല. മാരാറേ കുറച്ച് കാലം പോയി എവിടെയും കുനിഞ്ഞിരി. ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് തോക്കയും കൂടി ചെയ്തു കഴിഞ്ഞാൽ എന്റെ പൊന്നും മാരാറെ നീ പിന്നെ ഒരു വർഷത്തേക്ക് സോഷ്യൽ മീഡിയയിൽ വരില്ല കേട്ടോ. വന്നു കഴിഞ്ഞാൽ തീർന്നങ്ങ് കൂട്ടിയാൽ മതി. എങ്ങനെയെങ്കിലും ജയിക്കാൻ നോക്ക്, പൈസ കൊടുത്തെങ്കിലും വോട്ട് വാങ്ങ കേട്ടോ. ജയിക്കാൻ നോക്ക്, മാക്സിമം ജയിക്കാൻ നോക്ക്. തോറ്റും കൂടി കഴിഞ്ഞ പിന്നെ ചാണകമാണ് ചവിട്ടി നിൽക്കുന്നത്. ഇനി പിഷാരടി അത്രയും പറഞ്ഞപ്പോൾ മാരാർ വീണ്ടും മാസ് കാണിക്കാൻ ഇറങ്ങിയിരിക്കണം. കേൾക്കാം, ചിന്തിച്ച് വോട്ട് ചെയ്യാം. പിഷാരടി പാലക്കാട് പറഞ്ഞത് അഖിൽ ഇന്ന് പറയുന്ന എല്ലാ അടുത്ത ആഴ്ച പറയുന്നത് ചുരുങ്ങി 2 വർഷമെങ്കിലും വെയിറ്റ് ചെയ്തിട്ട് വേണം അഖിൽ പറയുന്ന പരാമർശങ്ങളിൽ പ്രതികരണം നടത്താനെന്നാണ് പിഷാരടി പറഞ്ഞത്. അതിനോട് എല്ലാ ദിവസവും ഒരു കാര്യം തന്നെ നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളത് പ്രാക്ടിക്കലി നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. എല്ലാ ദിവസവും ഒരു കാര്യം തന്നെ പറയാൻ പറ്റത്തില്ലല്ലേ. അതാണ് നിലപാടില്ലായ്മ, ക്വാളിറ്റി ഇല്ലായ്മ, വിവരമില്ലായ്മ എന്നൊക്കെ നമ്മളെ ഭാഷയിൽ പറയുന്നത്. ഏതെങ്കിലും ഒന്നിലും ഉറച്ചില്ലട നട്ടലിന് ഉളുപ്പില്ലാത്തവനെ എന്ന് നമ്മൾ പറയും കേട്ടാ. അതാണ് കാര്യം പിടിയിട്ടില്ല എന്നും ഞാൻ ഒന്നും അറിയില്ലെന്ന്. ഞാൻ അപ്പ കണ്ണവൻ അപ്പ എന്ന് വിളിക്കുമെന്ന്. അതുപോലത്തെ സെറ്റപ്പാണ് മാരാർജി പറയുന്നത്. ഇങ്ങനെ ഒരു അല്പനും ഒരു മുണ്ണയും വാക്കുകളിൽ ഉറപ്പില്ലാത്തവനും നട്ടലിന് ഉറപ്പില്ലാത്തവനും ഞാനൊന്നും പറയുന്നില്ല. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ അവന് വിഷമോ ആർക്ക് മാരാറിന് ബാക്കി പറയാം. അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിമർശനം ഉന്നയിക്കുകയായിരുന്നില്ല. മറിച്ച് തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ 2020 എന്ന ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടിയിൽ സിനിമയിൽ നിന്നുള്ളവരും സീരിയലിൽ നിന്നുള്ളവരും ഒക്കെ സ്ഥാനാർത്ഥികളായി മാറുന്നൊരു സാഹചര്യം വന്നു. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ വലിയ രീതിയിൽ അത് പരിഹാസ്യ രൂപേണ പല ആൾക്കാരും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലും കൊണ്ടാടുന്നത് കണ്ടു. വ്യക്തിപരമായിട്ട് ഇപ്പം ബിഗ് ബോസ് വിജയായി അഖിൽ മാരാർക്ക് മത്സരിക്കാൻ എന്താണ് യോഗ്യത എന്നും ചോദിച്ചുകൊണ്ട് ധാരാളം പേർ പറയുന്നത് കണ്ടു. അപ്പം ഞാൻ ആ പല ചോദ്യങ്ങൾക്കും പല ആൾക്കാരുടെ ചർച്ചകൾക്കും ഒരു മറുപടി എന്നോണം ഞാൻ പറഞ്ഞതാണ്. എന്താണ് അങ്ങനെയാണെങ്കിൽ രമേശ് പിഷാരടിയുടെ യോഗ്യത ആ ഒരു അർത്ഥത്തിൽ പറഞ്ഞതാണ്, അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നുമില്ല. പിന്നെ അദ്ദേഹം വ്യക്തിപരമായിട്ട് ഇപ്പം ഇന്ന് പറഞ്ഞതാണ് നാളെ പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്ക് അത് എന്താണ് ഏതാണ് എങ്ങനെയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് എന്താണ് ഏതാണെന്ന് ഞാൻ പറഞ്ഞാൽ മതിയാ. കൃത്യമായിട്ട് പറയും. ബിഗ് ബോസിൽ പോകില്ല, അതിനേക്കാളും ലുലു മോളിൽ പോയി പൊക്കിയിരിക്കുമെന്ന് പറഞ്ഞാൽ നീ ബിഗ് ബോസിൽ പോയി. BJP കുറ്റം പറഞ്ഞ് നീ BJP പോയി. ഇതിന്റെ അപ്പുറം നീ എന്തിനി വേറെ വേണം? എന്തായാലും മാരാർജി വര ഒരു കോമഡി പീസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മീഡിയക്കാര് ഈ മാരാർജി അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ പൊന്നു മാരാറെ അല്ലെ നിനക്ക് പൈസ കിട്ടിയെന്ന് പറയുന്നു 2020 കയറി നിൽക്കുക. ഇനി 2020 പറയുമ്പോൾ ദിലീപിന്റെ മറ്റേ പടമാണ് ഓർമ്മയാണ്. ഏത് ദിലീപ് ലാലേട്ടൻ മമ്മൂക്ക് എല്ലാവരും കൂടിയുള്ള പടം, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ പൈസ കിട്ടിയിട്ട് അല്ലാടാ നീ ഇതിൽ കയറിയിടെന്ന് ചോദിക്കുമ്പോൾ മാരാറ് കിടന്നങ്ങ് ഉരുളുക, കണ്ണൊക്കെ ഇങ്ങനെ ഓടുക. എന്തുവാ മാരാറെ പേടിയായ? ഇനി അതിനൊരു വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. പിന്നെ മാരാറായതുകൊണ്ട് നമുക്ക് വെല്ലുവിളി ഏറ്റെടുക്കാൻ പറ്റത്തില്ല. ഇവൻ ഇപ്പൊ പറയുന്നില്ല അപ്പൊ പറയുന്ന പിന്നെ മാറ്റി പറഞ്ഞോളാം. ഇവൻ വെറും ഊളയാണ്. പറയുന്നത് കൂടുതൽ പൈസ ഇവർ ഇറക്കുന്നുണ്ട്, പൈസ ഇറക്കിയിട്ട് ഇവരെ സ്ഥാനാർത്ഥികളായി പൈസ കൊടുത്ത് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത്. അഖിൽ മാരാർ എന്ന് പറയുന്ന ഒരു സ്ഥാന വ്യക്തി 2020 കയ്യിൽ നിന്നോ മറ്റാരെങ്കിലും കയ്യിൽ നിന്നോ എന്തെങ്കിലും ഒരു ആനുകൂല്യം കൈപ്പറ്റിയതിന്റെ പേരിലാണെന്ന് ആരെങ്കിലും തെളിയിച്ചാൽ എന്റെ ഫ്ളാറ്റ്, ഞാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ എല്ലാം ഞാൻ തന്നേക്കാം ഏത് വിധേനയും. ഇപ്പൊ അവർ ചോദിക്കുമ്പോ ലിക്വിഡ് ആയിട്ടുള്ള പൈസ തന്നോന്ന് ചോദിക്കാം. നിങ്ങൾ എങ്ങനെ കണ്ടുപിടിച്ചു? അങ്ങനെ നമ്മളിന് കഷ്ടപ്പെട്ടെങ്ങാണ്ട് കണ്ടുപിടിച്ചോണ്ട് വന്ന തരുവന്മാരാറെ
മാരാറായെന്ന് പറയാം, അയ്യോ ഫ്ലാറ്റ് എൻ്റെ പേരിലല്ല എൻ്റെ ഭാര്യയുടെ പേരില, വണ്ടി എൻ്റെ പേരിലല്ല എൻ്റെ ഭാര്യയുടെ പേരില, എൻ്റെ പേരിലൊന്നുമില്ല, എൻ്റെ പേരിൽ ഫ്ലാറ്റും വണ്ടി വരുന്ന കാലത്ത് ഞാൻ നിങ്ങൾക്ക് എഴുതിത്തരാം എന്ന് വേണമെങ്കിൽ പറയും. അതാണ് മാരാറ്. അത്രയ്ക്ക് വാക്കിന് വിലയില്ലാത്ത, അപ്പോഴ് കാണുന്നതിന് അപ്പാപ്പാന്ന് വിളിക്കുന്ന, മാറ്റി പറയുന്ന ഒരുത്തനാണ് മാരാർജി. അതൊന്നും നമുക്ക് ഒരു കാലത്തും നമ്പാൻ പറ്റില്ല. ഇവനെ വിട്. ഇനി നമ്മുടെ രമേശ് ചെന്നിത്തല ഇവനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതിനു മുന്നേ ഇവന്റെ ഒരു പ്രചാരണം കാണാം. തൃക്കാക്കരയിൽ ഞാൻ വന്നത് എന്റെ രാഷ്ട്രീയ ആത്മഹത്യയല്ല, കോൺഗ്രസിന്റെ ആത്മഹത്യക്ക് തുല്യമായ നടപടിയാണെന്ന് മെയ് 4-ാം തീയതി നിങ്ങൾക്ക് മനസ്സിലാവും. എഴുതി വെച്ചോളൂ എന്ന് മാത്രമേ പറയാനുള്ളൂ. എവിടെ എഴുതി വെക്കും? കുണ്ടിക്ക് എഴുതി വെക്കട്ടെ. എടേ, നീയൊക്കെ തോറ്റില്ലെങ്കിലും അതിശയുള്ളൂ. ഇനി എങ്ങാണ്ട് ജയിച്ചു കഴിഞ്ഞാൽ ഇവന്റെ കുന്തളിപ്പ് വീണ്ടും കാണണം. എന്തായാലും ആൾക്കാരുടെ പ്രതികരണം വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ പോയാൽ ജയിക്കുമെന്ന്. ഇനി എങ്ങാണ്ട് ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല കുന്തളിപ്പ് കാണും. ഇനി തോറ്റു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് ഇവനെ പിന്നെ സോഷ്യൽ മീഡിയയിൽ കാണില്ല. അല്ലെങ്കിൽ അവിടെ വന്നിട്ട് തള്ളും, അയ്യോ എൻ്റെ വോട്ട് മറ്റടുത്ത് ഞാൻ കുത്തിയപ്പം മാറിപ്പോയി, എൻ്റെ വോട്ടിൽ കുത്തുമ്പോൾ ആ വോട്ടെല്ലാം കൂടി വേറൊരാൾക്കാണ് വീണുകൊണ്ടിരുന്നത്, അങ്ങനെ വേണമെങ്കിൽ വന്നിട്ട് തള്ളും. അതാണ് മുതൽ. ഇനി രമേശ് ചെന്നിത്തല നമ്മുടെ മാരാർജിയെ പറ്റിയിട്ട് പറയുന്നത് കേട്ടോ. കൊല്ലത്തുനിന്നൊരു പേര് കേട്ടത് അവിടെ അഖിൽ മാരാർ എന്ന് പറഞ്ഞ യൂട്യൂബർ മത്സരിക്കാൻ പോകുന്നു കോൺഗ്രസിന് വേണ്ടി നോക്കിയാണ്. അങ്ങനെ ഉണ്ടാവും? അല്ല, അതിനെപ്പറ്റി ഒന്നും ഇതുവരെ ഒരു ആലോചന ഉണ്ടായിട്ടില്ല. ഇനി പത്രങ്ങളിൽ വരുന്ന വാർത്തകളൊക്കെ ഞങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് ദയവായി എല്ലാ മാധ്യമങ്ങളോടും ഒരു അഭ്യർത്ഥനയുണ്ട്. പഞ്ചായത്തിൽ പോലും മത്സരിക്കാൻ യോഗ്യതയില്ലാത്ത ആളുകളെ നിയമസഭയിലേക്ക് പരിഗണിക്കുന്നത് നിങ്ങൾ വാർത്ത പോകും. അണ്ണാക്കി കൊടുത്തു. പഞ്ചായത്തിൽ പോലും മത്സരിക്കാൻ യോഗ്യത ഇല്ലാത്തവനെ നിയമസഭയിൽ മത്സരിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് വായ്പ കൊടുക്കരുതെന്ന്. എന്റെ മാരാരെ, നിനക്ക് എവിടെ പോയാലും അപമാനമാണല്ലോടാ നീ ഏറ്റുവാങ്ങുന്നത്. എന്ത് പറ്റിയടാ? ഇനി അതവിടെ ഇരിക്കട്ടെ, ഈ ഒരു സൈഡിലൊക്കെ കിടക്കട്ടെ, അവിടെ ഒരു കോമഡി പീസായിട്ട് കിടക്കട്ടെ. ഇനി നമ്മുടെ അഞ്ജലി നായരില്ലേ, അഞ്ജലി നായർ മത്സരിക്കുന്നുണ്ട്. അഞ്ജലി നായർക്ക് വേണ്ടിയിട്ട് പ്രൊമോഷനുമായിട്ട് വന്നിട്ടുള്ള നമ്മുടെ മിന്നും താരമാണ്. ആരായിരിക്കും? പറ പറ പറ. AJP കാണാം. ഹായ് പെരേര, ഇതെന്താണ് സംഭവം? അപ്പോ അഞ്ജലി ചേച്ചി അഞ്ജലി നായര് മത്സരിക്കാൻ ചിഹ്നം എന്താണ്? ചിഹ്നം ചക്ക. അപ്പൊ ചക്കച്ചിഹ്നത്തിൽ മത്സരിക്കുന്ന അഞ്ജലി നായർക്ക് എല്ലാവരും വോട്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വിജയിപ്പിക്കുക. അപ്പൊ അറിയാല്ല, ചിഹ്നം ചക്കയാണ്. നമ്മുടെ ND ആണ് നമ്മുടെ ഇലക്ഷൻ. അപ്പൊ അഞ്ജലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി, അത് തോറ്റ്. അടുത്ത് ഇനി പോട്ടെ, ഇനി വേറെ ഒന്നും പറയാനില്ല. അഞ്ജലി തോറ്റ്, വേറെ ആരെങ്കിലും അവിടെ ജയിച്ചോളും. ഈ നായിന്റെ മോനല്ലേ ഒന്ന് പ്രൊമോട്ട് ചെയ്ത്. പിന്നെ ചിഹ്നം, നല്ല ചിഹ്നം കേട്ടോ. വീണാലും ചക്ക വീണോലെ കിടന്നെന്ന് പറഞ്ഞല്ലേ, ആ രീതിയിൽ നമുക്ക് പറഞ്ഞു വെക്കാം. അതുകൊണ്ട് അഞ്ജലി, പൊട്ടിയാലും പേടിക്കണ്ട. ചക്ക വീണതുപോലെ പൊട്ടി എന്നങ്ങ് പറഞ്ഞാൽ മതി, കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ട. ഇനി അടുത്തവന്റെ തള്ളു കേൾക്കാം. റോക്കറ്റ് റോബർ രാധാകൃഷ്ണൻ. ആര്? ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. അപ്പൊ മറക്കണ്ട, കുണ്ട്ര മണ്ഡലത്തില് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ NDA കാൻഡിഡേറ്റ് ആയിട്ട് വിജയിച്ചു കഴിഞ്ഞാൽ, വിജയിച്ച റിസൾട്ട് വരുന്നതിന് 90 ദിവസത്തിനുള്ളിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിജിനെ കുണ്ട്ര മണ്ഡലത്തിൽ കൊണ്ടുവരും. കൊല്ലമല്ല, കുണ്ട്ര മണ്ഡലത്തിൽ ഞാൻ കൊണ്ടുവരും. ഡയറക്റ്റായിട്ട് നമ്മുടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ സംസാരിക്കാനും ഇന്ററാക്ട് ചെയ്യാനും അവർക്ക് ഒന്ന് കാണാനും ഉള്ള ഒരു അവസരം ഞാൻ ചെയ്തു കൊടുക്കും. നിന്റെ വീട്ടിന്റെ അകത്തല്ലേ ഇരിക്കുന്ന പ്രധാനമന്ത്രി, ഒന്ന് പോടെ തള്ളി മറിക്കാതെ. എന്തായാലും അവന് തന്നെ അറിയാം അവൻ ജയിക്കൂലെന്ന്. അതുകൊണ്ട് ചുമ്മാ വാഗ്ദാനം അടിച്ചങ്ങോട്ട് വിടുവാണ്. ഇതൊന്നും ബിഗ് ബോസ് അല്ല കേട്ടാ. കുണ്ട്രയിൽ കൊണ്ടുവരുന്നു. എന്തായാലും നല്ല സ്ഥലത്തിനാണ് നീ നിൽക്കുന്നത്. കൊള്ളാം, പേരുവിട്ട പട്ട് സ്ഥലത്തിനെ കുറ്റം പറയുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡോക്ടർ റോബർട്ട് രാധാകൃഷ്ണൻ നരേന്ദ്രമോദിജിയെ കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. എന്തായാലും നീ തോക്കുമെന്നുള്ളൊരു കാര്യം നിനക്ക് നേരത്തെ മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ നീ ഇമാതിരി വർത്തമാനം പറയൂലായിരുന്നു. പോട്ട്. ഇനി വേറൊരുത്തൻ, ലോക കോമഡി പീസ്, BJP വന്ന് ഇരിക്കുകയാണ്. മനു അങ്കിളുടെ ഓരോ കോമഡികൾ. എന്താണ് സംഭവം എന്നല്ലേ? അതായത് നമ്മുടെ അഞ്ജലി മത്സരിക്കുന്നുണ്ടല്ലോ, അഞ്ജലി മത്സരിക്കുന്ന സ്ഥലത്തിന്റെ പേര് പറഞ്ഞിട്ട് ഇന്ന സ്ഥലത്തിൽ മത്സരിക്കുന്ന ആളറിയാവുന്ന ഇരിക്കുമ്പോ കേൾക്കുന്നില്ല, കമ്പിളി പുതപ്പ്, അത് നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ എന്തിനാ എന്നോട് ചോദിക്കുക? ഈ സെറ്റപ്പ് സാധനം ഇങ്ങനെ ഓരോരുത്തന്മാര്. എന്താ ഇത്? ഈ പാർട്ടിയിലുള്ളവന്മാർ എല്ലാം ഇങ്ങനെയാണോ? ഇങ്ങനെയുള്ള പൊട്ടന്മാരാണ് അവിടെ തെരഞ്ഞെടുക്കുന്നത്? അതാ നിങ്ങൾ അതിൽ കയറിയതിനു ശേഷം പൊട്ടന്മാരായി മാറുന്നതാണോ? എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. ഇതിൽ കാണാം. BJPയുടെ കാൻഡിഡേറ്റ് ആരാണ്? തൃപ്പൂണിത്തുറയിൽ മനുവിന് അറിയുമോ? ആരാണെന്ന് ആരെയൊക്കെ അറിയില്ലേ? തൃപ്പൂണിത്തുറയിൽ എനിക്കറിയാം. മനുവിന് അറിയുമോ? എനിക്കെന്താ അറിഞ്ഞൂടാത്തത്? ആരാണ്? അത് ആരാണെന്ന് ആരെയൊക്കെ അറിയില്ലെങ്കിൽ അറിയണ്ട. ഒരു മാധ്യമ പ്രവർത്തകൻ അറിയില്ലെങ്കിൽ എനിക്കറിയാം. BJPയുടെ കാൻഡിഡേറ്റ് തൃപ്പൂണിത്തുറയിൽ ആരാണെന്ന് എനിക്കറിയാം. അല്ല, അത് മനുവിന് അറിയുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. മനുവിനെ അറിയാമെന്നാണ് ആര്യയുടെ ചോദ്യം. എന്നാ മനു പറയുന്നത് ആരെയൊക്കെ അറിഞ്ഞൂടെ? പിന്നെന്താ? അതെന്താ ആരെയൊക്കെ അറിഞ്ഞൂടാത്ത? ആരെയൊക്കെ അറിയാലോ, പിന്നെന്താ? എന്തുവാടേ ഇത്? ഡേയ്, നിന്റെയൊക്കെ പാർട്ടിയിലുള്ളവർ എവിടെയൊക്കെ മത്സരിക്കണം എന്ന് പോലും നിനക്കൊക്കെ അറിഞ്ഞൂടെ? ആരൊക്കെ എവിടെ മത്സരിക്കണം എന്ന് പോലും അറിഞ്ഞൂടെ? ആരൊക്കെ എവിടെ ഉണ്ടെന്ന് പോലും അറിഞ്ഞൂടെ? എന്തോന്ന് കഴിപ്പണം കിട്ടന്മാരെ, എനിക്കറിയാൻ പാടില്ല. ചിരിക്കാണ്ടവനെയൊക്കെ എന്നാ പറയാനാ?
അറിയാമെങ്കിൽ അറിയില്ലെങ്കിൽ പറയേണ്ടതേ. ആര്യാന്നുള്ളൊരു ജേർണലിസ്റ്റ് BJP-യുടെ പത്രസമ്മേളനം നടത്തി കാൻഡിഡേറ്റ് പ്രഖ്യാപിച്ച് NDA കാൻഡിഡേറ്റ് അറിയില്ലെങ്കിൽ പറയണ്ട. BJP-യുടെ പത്രസമ്മേളനത്തിലല്ല അനൗൺസ്മെന്റ് വന്നത്. BJP-യുടെ കാൻഡിഡേറ്റ് ആരാണ് തൃപ്പൂണിത്തുറയിൽ? ഞാൻ ചോട്ടെ, NDA മുന്നണിക്ക് ഉള്ള ഒരാളുടെ ഇത് പ്രഖ്യാപിച്ചു, അതിൽ ആരാണെന്ന് അറിയില്ലെങ്കിൽ പറയണ്ടെന്ന്. നിങ്ങൾ ഇത്രയും വസ്തുത ഏറ്റവും ഒരു ചെറിയ ചോദ്യം ചോദിക്കുന്നത് വളരെ വിനയത്തോടു കൂടി മനുവിനോട് ചോദിക്കുകയാണ്. ചോദ്യം ചോദിച്ചു പറ. അത് ഞാൻ ചോദിക്കട്ടെ, 2020 കാൻഡിഡേറ്റിനെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് സംശയം ഉണ്ടോ? എനിക്കറിയാം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന്. ആ സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപിച്ച കാൻഡിഡേറ്റ് അവിടെ ഉണ്ട്, വിളിച്ചു ചോദിച്ചാൽ. എന്റെ ചോദ്യം, തൃപ്പൂണിത്തുറയിൽ BJP-യുടെ NDA-യുടെ കാൻഡിഡേറ്റ് ആരാണ്? സൗണ്ട് ലൈൻ കട്ട് എടാ പോടാ എനിക്ക് എന്തോന്നടേ ഇതൊക്കെ. സൗണ്ട് പോയി ഇടേ അറിഞ്ഞൂടെന്നോ, അല്ലാതെ കിടന്ന് ഉരുളന്നെ. അയ്യോ എനിക്ക് പേര് പറഞ്ഞേ അറിഞ്ഞൂടാ, അയ്യോ ഒന്ന് പറഞ്ഞു തരാമോ? അന്തസ്സുണ്ട് എടാ, ജെനുവിനായിട്ട് ഇരിക്കടാ. ഞാനാണെങ്കിൽ എനിക്ക് പേര് ഓർമ്മ ഒന്നുമില്ല, അല്ലെ അറിയത്തില്ലെങ്കിൽ അല്ലോ. അയ്യോ അറിയത്തില്ല കേട്ടോ, ഒന്ന് പേര് പറയാമോ? അല്ലെങ്കിൽ ഞാൻ മറന്നുപോയി. ഇത് എന്തെങ്കിലും അറിയത്തുള്ളൂ. ഇത് നിങ്ങൾക്കറിയാമല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്? ഇതിപ്പോ സ്കൂളിൽ നമ്മൾ ആദ്യമായിട്ട് സ്കൂളിൽ ജോയിൻ ചെയ്തെന്ന് വെച്ചു, 1ാം ക്ലാസ്സിൽ LKG എവിടെയെങ്കിലും പഠിക്കാൻ അറിയാം. ഗാന്ധിജിയെ പറ്റി അറിയാവുന്ന ചോദിക്കുമ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന പിള്ളേർ പറയും, എന്തു പറയും? ഗാന്ധിജിയെ പറ്റി അറിയാമെങ്കിൽ അറിയാന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയും. നിങ്ങൾക്കറിയാലോ ഗാന്ധിജിയെ പറ്റിയിട്ട്, പിന്നെ എന്തിനാ എന്ന് പറഞ്ഞിട്ട് കയറി ചോദിക്കൂ? ഇല്ല. എക്സാമ്പിൾ പറഞ്ഞാൽ അതുപോലെയാണ് ഇവിടെ മനു. എന്തുവാടേ മനുവിനെ അറിയാമോന്ന് ചോദിക്കുമ്പോൾ മനു ഇവിടെ ഇല്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ ഉണ്ട്, പേര് പറ. ഇതവനൊന്നും വയ്യ, നിങ്ങൾക്കറിയാമല്ലോ. ഇങ്ങനെ ഓരോരുത്തന്മാര്. എന്തായാലും ചാണകം ഹേ കഥാ കുതം ഹേ, ഒന്നും പറയാനില്ല. ഇതുപോലെ ഓരോരുത്തന്മാര് മതി ഈ നാട് മൊത്തം ചാണകം കൊണ്ട് മെഴുകാൻ. ദയവ് ചെയ്തിട്ട് ഇവന്മാരെന്ന് കയറ്റി വിടരുതേ, ഉള്ള കാര്യം പറയാം. BJP പ്രതിനിധിയായി വന്നു നിൽക്കുന്ന യുവമോർച്ചയുടെ നേതാവായ താങ്കൾക്ക് പോലും തൃപ്പൂണിത്തുറയിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് അറിയില്ല. എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കൂ. അല്ല, ഞാൻ നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് നേരിട്ടിങ്ങ് ചോദിച്ചാൽ മതി. അതിന്റെ ഇടയിൽ സ്ഥാനാർത്ഥിയാണെന്ന് അറിയാമെന്നുള്ള ചോദ്യം നിങ്ങൾക്കും എനിക്കും അറിയാവുന്ന, ഇവിടെ നിരവധി തവണ പത്രസമ്മേളനം നടത്തിയ, നിങ്ങളുടെ തന്നെ ചാനലിൽ ബൈറ്റ് കൊടുത്ത ഒരു സ്ഥാനാർത്ഥി ആരാണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ അത് പറയാൻ എനിക്ക് താല്പര്യമില്ല. ഇവ എന്ത് തേങ്ങയുടെ പറയുന്നത്? എടേ ആരെയൊക്കെ അറിയാം? നിന്റെ അടുത്ത് ചോദ്യമാണ് ചോദിച്ചത്, എടേ പേര് പറയടേ അറിയാമെങ്കിലെന്ന്. അപ്പോ അവന്റെ അടുത്ത് ചോദിച്ച ചോദ്യത്തിന് അവൻ കിടന്ന് ഉരുളുക, എനിക്ക് ഇടയ്ക്ക് കേൾക്കുന്നില്ല. ഇത് കഷ്ടോടെ, ഇവനൊക്കെ ആരടാ? ഇതൊക്കെ ഏവനടാ? ഇവനെയൊക്കെ ആണല്ലോ പിടിച്ചിരുത്തിയിരിക്കുന്നതെന്ന്. ഇവന്മാരെയൊക്കെ കയ്യിൽ ഭരണം കിട്ടിയുള്ള അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ വിവരം ബോധം പൊക്കണമുള്ള ആരെങ്കിലും ഒക്കെ വോട്ട് കൊടുത്ത് ജയിപ്പിക്കണം കേട്ടാ. ഇതുപോലത്തെ ഓരോ ദോഷികളൊക്കെ ഒന്ന് വോട്ട് കൊടുക്കരുത് ദയവ് ചെയ്തിട്ട്. തൃപ്പൂണിത്തുറയിലെ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞു, ഞാൻ തൃപ്പൂണിത്തുറ വിട്ടു മനു. കൊടുങ്ങല്ലൂരിൽ ആരാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി? പിന്നെ അടുത്ത പറയും. കൊടുങ്ങല്ലൂരിൽ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? NDA-യുടെ സ്ഥാനാർത്ഥിയാണ്, 2020 സ്ഥാനാർത്ഥിയാണ്. ആരാണത്? അല്ല, ഞാൻ അങ്ങനെ ഇപ്പൊ ഉത്തരം പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അകത്ത് ഇറങ്ങിപ്പോടെ ചുമ്മാ. ഇന്നലെ മാതൃഭൂമിയിൽ നടന്നതാണ്. ഇവിടെ ഒന്നുമില്ല, ഇതുപോലത്തെ ചർച്ചയിൽ പോയിരിക്കില്ല, പെട്ടുപോകും. മൂഞ്ചി തിരിഞ്ഞ് കമ്പി തിരിയാണ്. ഒരു തേങ്ങ അറിയത്തില്ലേ അങ്ങോട്ട് എഴുന്നള്ളാൻ നിൽക്കരുത്. എനിക്കതേ പറയാനുള്ളൂ. അവിടെ പോയിരുന്ന് മെഴുകി തൂറി നാറി അയ്യോ അളിഞ്ഞിരിക്കുക. ഇനി മറ്റേ ഇവളുണ്ടല്ലോ, അവളെ പേരെന്താ, നാദിരം കണ്ടാണ് ഇവളുടെ പേര്. ഇവളുടെ തള്ളു കേട്ട് കഴിഞ്ഞാൽ തള്ളു അമ്മാതിരി തള്ളു കേൾക്കാം. നല്ല മികച്ച വിദ്യാഭ്യാസം, മികച്ച ഗതാഗതം, അത് പറയുമ്പോൾ നമ്മുടെ KSRTC ബസിന്റെ വീതി, പടികളുടെ വീതി കുറച്ചു, മികച്ച ഗതാഗതം എല്ലാം നമുക്ക് തന്നു അല്ലേ? എല്ലാ ദിവസവും നിങ്ങൾക്ക് റേഷൻ കിട്ടി, കിറ്റ് ഒക്കെ കിട്ടി അല്ലേ? ഇതൊക്കെ ആരും തന്നത്? LDF അല്ലേ? കേരള സർക്കാരല്ലേ തന്നത്? ആണോ? എന്നാ അല്ല, കേന്ദ്ര സർക്കാരാണ് നമുക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തു തന്നത്. അതായത് നമ്മുടെ ആതിരക്കുട്ടി പറയുന്ന, ആതിര എന്നാന്ന് തോന്നുന്നു ഇവളുടെ പേര്, എനിക്കറിയത്തില്ല കേട്ടോ, ഞാൻ മറന്നു. ഞാൻ വീഡിയോ ക്ലിപ്പ് കട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു, ഇപ്പം മറന്നു. എന്തിനും ഞാൻ ഇതിനൊക്കെ ഓർത്തിരിക്കണം, അത് വിട്. ഇപ്പം ഇവർക്ക് 10-25 വയസ്സേ ഉള്ളൂ. ഇവള് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേന്ദ്രമാണ് KSRTC ബസ്സിന്റെ പടിയുടെ വീതി കുറച്ചതെന്ന് പറയുന്നുണ്ട് അല്ലേ? എടേ അത് ആര്? മനുഷ്യാവകാശ കമ്മീഷൻ അവരൊക്കെ ഇടപെട്ടിട്ടുള്ള പരിപാടിയാണ്. പിന്നെ കുറച്ചത് വീതിയല്ല, നീളമാണ്. നിനക്ക് നീളവും വീതിയും തിരിച്ചറിഞ്ഞുകൂടെങ്കിൽ നീ പോയി വീട്ടിൽ പോയി ഇരിക്കി കവന്നിരിയടേ എന്നേ ഞാൻ പറയത്തുള്ളൂ. നീളവും വീതിയും പോലും തിരിച്ചറിഞ്ഞൂടെ. കുറച്ചത് നീളം ആണ്, ഇവള് പറഞ്ഞത് വീതി. എന്തോ എവിടെന്നോ കാണാപ്പാടം പഠിച്ചുകൊണ്ട് വന്ന് എവിടെന്നോ കയ്യിൽ നിന്ന് പോയി, അല്ലെങ്കിൽ പഠിച്ചത് നേരെ ചോപ്പാട്ടി. എന്തുവാ ഇത്? ഇനി പറഞ്ഞു തന്ന ഏതെങ്കിലും വിഡ്ഢികളാണോ? ഇനി അതൊന്നും ചെയ്തത് നമ്മുടെ കേരള സർക്കാരല്ല, കേന്ദ്ര സർക്കാരാണ്. ഓക്കെ, മോദിജി നേരിട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് ബസ്സിന്റെ വീതി അറുത്ത് മുറിച്ച് കളഞ്ഞ്. എൻ്റെ പൊന്നട എനിക്ക് പോടായി. ഇവരക്കേടുകൾ ഒരു ഘോഷയാത്രയായിട്ട് ഇറങ്ങിക്കോളും കുറേ എണ്ണം. ഇനി നമ്മുടെ വീണ ചേച്ചിയില്ലേ, വീണ ചേച്ചിക്ക് നല്ല വിഷമമുണ്ട്. കാരണം വോട്ടർ പട്ടികയിൽ പോലും പേരില്ലാണ്ട് മൂഞ്ചി ഇലക്ഷനിൽ നിന്ന് തേഞ്ഞൊട്ടി തിരിച്ചു പോകേണ്ടി വന്നു. എന്നാൽ അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പ്രചാരണത്തിനൊക്കെ ഇറങ്ങുന്നു. അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷെ അമ്മയ്ക്ക് തൂറി പിണ്ടം പോലെയാണ് നിൽക്കുന്നത്. അപ്പോൾ സങ്കടം കാണും, കുഴപ്പമില്ല, പതുക്കെ മാറിക്കോളും.
ഇന്ന് കുമരകം മണ്ഡലത്തിൽ നിന്നും ആരംഭിക്കുന്ന റോഡ് ഷോ ആണ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി പാവം നല്ലവണ്ണം സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് മെഴുകി. എന്തായാലും സ്വാഭാവികമായിട്ട് കാണും കേട്ടോ, ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല. സ്വാഭാവികമായിട്ട് വിഷമം കാണും. അമ്മാതിരി അടിയിലെ തിരിച്ചടിയിലേ കിട്ടിയിട്ടുള്ള. പിന്നെ പ്രായം കുറഞ്ഞവര് ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ സെറ്റാവുമെന്ന് പറയും. പക്ഷെ തലക്കകത്ത് ചാണകമാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലായ? ഇവിടെ ഇനിയിപ്പം നമ്മൾ പശുവിൻ്റെ ചാണകവും മൂത്രവും കുടിക്കണം തിന്നണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല. നീയൊക്കെ എല്ലാം കൂടി നോർത്ത് നശിപ്പിച്ച് ഇനി ഇവിടെയും കൂടി നശിപ്പിക്കേണ്ട. അങ്ങോട്ടൊക്കെ ഇത് തന്നെയല്ല, ചാണകം, ഗോമൂത്രം, എന്തൊക്കെ കാണണമെന്തോ. ഇനി എല്ലാ വീട്ടിലും ഓരോ പശുവൊക്കെ ആവും. അതുകൊണ്ട് വിടണ്ട, ഭരണത്തിലോട്ടൊന്നും വരുത്താതിരിക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. ഈ റോഡുകളിൽ നോക്കിയാൽ മൊത്തം ഫ്ലെക്സുകൾ കാണാം. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സുകൾ വെച്ചിട്ടുള്ള ബോർഡുകൾ കാണാം. അതായത് LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന്, മറ്റാരുണ്ടെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കണം. മറ്റാരുണ്ട്, നമ്മളുണ്ട്, നാടിന് വികസനത്തിന് മാറ്റത്തിന് നമ്മളുണ്ട് എന്ന് മറ്റാർക്കും കാണിച്ചു കൊടുക്കണം. മറ്റുള്ളവർക്ക് എല്ലാം കാണിച്ചു കൊടുക്കണം. വേണ്ട, കണ്ടെടുത്തോളം മതി. അങ്ങ് നോർത്തിലുള്ള വികസനമൊക്കെ കണ്ട് ഇനി ഇങ്ങോട്ടും കൂടി അതൊന്നും ആ സെറ്റപ്പിൽ വരണ്ട. ഇവിടെ മതത്തിന്റെ പേരിലുള്ള അടി വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അവിടെ കൂടി ഇനി മതവും കൂടി മിക്സ് ചെയ്ത് പശുവിന്റെ ചാണകവും തിന്ന് മൂത്രവും കുടിക്കേണ്ട അവസ്ഥയും കൂടി ഉണ്ടാക്കി അടി ഉണ്ടാക്കരുത് എഴുതിയിട്ട് പ്ലീസ്. എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. അതുകൊണ്ട് ഈ ചേച്ചി കൊള്ളാം, എനിക്ക് ചേച്ചിയല്ല, ഇവളിനേക്കാളും ഏജ് കുറവാണ്. ഓക്കെ, കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു ക്രഷൊക്കെ അടിച്ച് എന്ന് വെച്ചിട്ട് മറ്റേ വലിയ കിടക്കുന്ന പാമ്പിനെ എടുത്ത് തോളി വയ്ക്കാൻ ഞാനില്ലേ. വികസനം നേതാക്കൾക്കല്ല നാടിനാണ് വേണ്ടത്. അതിതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്കത് കൊണ്ടുവരണം, മാറ്റം കൊണ്ടുവരണം. നമ്മുടെ മോദിജി സ്വപ്നം കണ്ട വികസിത ഭാരതം, വികസിത കേരളം കൂടി ആകണം. വേണ്ടാത്തുണ്ട ഇത്രയൊക്കെ തന്നെ വികസിപ്പിച്ചെടുത്ത് മതിയായി. ഞാൻ ഒരു സൈഡിൽ നോക്കുമ്പോൾ എല്ലാം കണക്കാണ്. ഇലക്ഷൻ സമയമാകുമ്പോൾ ഇങ്ങനെ വാഗ്ദാനങ്ങൾ വാരിക്കോരി തുപ്പിക്കൊട്ടുക്കും. ഇന്നാ പിടിച്ചോ എന്ന്. അത് കഴിയുമ്പോൾ നിന്നെ ഒന്ന് ഏരിയ കാണൂല. അതാണ് ഇതിന്റെ വേറൊരു സത്യം. കൊള്ളാം, എന്തായാലും പ്രചാരണമൊക്കെ അടിപൊളിയായിട്ട് പൊലിപ്പിക്കുന്നുണ്ട്. എടാ, ഞാനാണ് ഇവരുടെ സ്ഥാനത്തേക്ക് ഞാൻ പറയും, എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്. ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ പരാതി ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ, അപ്പം എന്നെ കൊണ്ട് പറ്റുകയാണെങ്കിൽ ചെയ്തു തരാം. ഇതേ ഞാൻ പറയത്തുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ നമുക്കിങ്ങനെ വാരി വാഗ്ദാനം കൊടുക്കാനൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ചെയ്യത്തില്ല, കൊടുക്കത്തില്ല. ഇനി ഏതെങ്കിലും ഒരു കാലത്ത് ഞാൻ ഇലക്ഷന് നിൽക്കത്തൊന്നുമില്ല. എനിക്കൊരു പാർട്ടി താല്പര്യമില്ല. ഞാൻ പറയുന്നതാണ്. അങ്ങനെ ഒരു ഇലക്ഷൻ പോയിന്റിലോട്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ അത്രേ പറയത്തുള്ളൂ. എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്. നിങ്ങൾക്കൊക്കെ ഉള്ള പരാതികളൊക്കെ നിങ്ങൾ കൊണ്ടുപോവാ. അതിലെന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഈ ഒരു സെറ്റപ്പേ ഞാൻ പറയത്തുള്ളൂ. അല്ലാണ്ട് ഇവിടെ ഇപ്പം ഞാൻ വികസിപ്പിച്ചോളാം, ഇവിടെ ഇപ്പം ഞാൻ വലിച്ചു നിർത്തോളാം എന്ന് പറഞ്ഞ് ഓവർ വാഗ്ദാനം ഒന്നും അടിച്ച് ഇടാൻ പോകുന്നില്ല. അതായത് ഞാൻ പറയത്തുള്ളൂ. ഇതൊക്കെ ചുമ്മാ അങ്ങനെ തള്ളി മറിക്കുക നിന്ന്. എന്തായാലും ചേച്ചി 2500 രൂപയ്ക്ക് ഒരു മാസം ജീവിപ്പിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കാണാം, 2500 രൂപയ്ക്ക് നമുക്ക് ഒരു മാസം ജീവിക്കാൻ പറ്റണ്ടേ? നമ്മുടെ കൂടെ ഉണ്ടാവണം കേട്ടോ എപ്പോഴും. ഓക്കെ, നിങ്ങളുടെയൊക്കെ മോളെ പോലെ കണ്ട് നമ്മുടെ കൂടെ ഉണ്ടാവും. മോളെ പോലെ കാണണോ? ഇനി മോളെന്ന് പറഞ്ഞ അച്ഛാന്നും കൂടി വിളിക്കുവോ? അത് വിട്ട് അത് വിട്ട്. അപ്പൊ 2500 രൂപയ്ക്ക് ഒരു മാസം ജീവിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. നീ ആദ്യം 2500 രൂപയ്ക്ക് ഒരു മാസം ജീവിച്ച് കാണിക്കും. നിന്റെ മേക്കപ്പ്, ഡ്രസ്സ്, ഫുഡ്, ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല്, ഫോൺ ബില്ല്, മറ്റത് മറിച്ചതെല്ലാം കൂടി 2500 രൂപയ്ക്ക് നീ ഒരു മാസം ജീവിച്ച് കാണിക്കും. എങ്കിൽ നിന്നെ ഞാൻ സമ്മതിക്കാം കേട്ടോ. ആദ്യം ഒരു മാസം നീ ജീവിച്ച് കാണിക്കണം ഈ 2500 രൂപയ്ക്ക്. നീ ബാക്കിയുള്ള പാവങ്ങളടുത്ത് പോയി പറയുന്നുണ്ടല്ലോ 2500 രൂപയ്ക്ക് നമുക്ക് ഒരു ദിവസം ജീവിക്കണ്ടേന്ന്. ദാരിദ്ര്യത്തിലാ. ജീവൻ നിലകിടക്കാൻ മാത്രം വേണ്ടി തിന്നും കുറച്ച് അരി വിട്ട് അവിച്ച് തിന്നും കൊണ്ട് കിടക്കാൻ വേണ്ടി പറ്റും 2500 രൂപ ഉണ്ടെങ്കിൽ. അതിനാണോ നീ ശ്രമിക്കുന്നത്? ഇഷ്ടം. 2500 രൂപയ്ക്ക് ആർക്കടാ ഇവിടെ ജീവിക്കാൻ പറ്റും ഇന്നത്തെ കാലത്ത്? ഒരു 3 കിലോ സവോള വാങ്ങി കഴിഞ്ഞാൽ പോവും 100 രൂപ അവസ്ഥ. എന്തോന്നടാ ആ ഒരു പറഞ്ഞ വാക്ക്. 2500 രൂപയ്ക്ക് മാസം ജീവിക്കേണ്ടത് കഷ്ടം. ഇതിനെയൊക്കെ ജയിപ്പിച്ചു വിട്ടാനുള്ള അവസ്ഥ. 1500 രൂപയ്ക്ക് പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. പോട്ടെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ആയിട്ടാണ്.